സമരത്തിന് അണിചേർന്ന മുഴുവൻ എൻ്റെ സഹപ്രവർത്തകർ, മറ്റ് പ്രിയമുള്ള നാട്ടുകാരെ, സഹപ്രവർത്തകർ, സുഹൃത്തുക്കളെ, മാധ്യമ സുഹൃത്തുക്കളെ, പ്രിയമുള്ളവർ, വളരെ വിശദമായി ഇന്നത്തെ ആനുകാലിക രാഷ്ട്രീയ സാഹചര്യങ്ങളെ കുറിച്ചൊക്കെ തന്നെ വിശദമായി സംസാരിക്കുന്നതിന് വേണ്ടി ബഹുമാന്യനായ DCC പ്രസിഡന്റ്, അഖിലേന്ത്യാ യൂത്ത് കോൺഗ്രസിന്റെ ജനറൽ സെക്രട്ടറി വിദ്യാ ബാലകൃഷ്ണൻ ഉൾപ്പെടെ, മടത്തിനാട് മാഷൻ BP ഭാസ്കരൻ ഉൾപ്പെടെ ഒട്ടനവധി നേതാക്കൾ ഈ വേദിയിലുണ്ട്. ഞാൻ ദീർഘമായി സംസാരിക്കുന്നില്ല. ഈ സമരം എന്തിനു വേണ്ടിയാണ്? ഒറ്റ ചോദ്യമുള്ളൂ, എന്തിനു വേണ്ടിയാണ് ഞങ്ങൾ ഈ സമരം? ഈ പൊരി വെയിലത്ത് ഏറെ ചൂടനുഭവിച്ചുകൊണ്ട് പ്രായം ചെന്ന എൻ്റെ അമ്മമാരും അച്ഛനപ്പൂപ്പന്മാരും, ഈ ഇരിക്കുന്ന, എനിക്ക് പിന്നിലിരിക്കുന്ന നമ്മുടെ ഈ നാട്ടിലെ വയോവൃദ്ധരായ ആളുകൾ എന്തുകൊണ്ടാണ് ഈ ചൂട് സമയത്ത്, ഈ ചൂട് സഹിച്ച് ഈ സമയത്ത് ഈ ധർണാ സമരത്തിൽ പങ്കെടുത്തത്? ആ ചോദ്യം ഈ ഗവൺമെന്റ് ഭരിക്കുന്ന മുഖ്യമന്ത്രി പിണറായി വിജയനിലേക്ക് എത്തി നിൽക്കുന്നു. 6 മാസമായി പെൻഷൻ കിട്ടാതെ പാവപ്പെട്ട നമ്മുടെ അപ്പനപ്പൂപ്പന്മാർ ഒരു നേരത്തെ പെൻഷൻ കൊണ്ട് മരുന്ന് വാങ്ങാൻ പോലും കഴിയാതെ ദുരിതം അനുഭവിക്കുന്ന ഒരു സാഹചര്യത്തിലൂടെയാണ് കേരളത്തിലെ സാക്ഷര കേരളത്തിന് 100 പേര് കൊയ്തെടുത്ത ഈ കൊച്ചു കേരളത്തിൽ നമ്മുടെ സാധാരണക്കാരായ പാവപ്പെട്ട അമ്മമാരും അപ്പൂപ്പന്മാരും ഇന്ന് ജീവിക്കുന്നത് എന്ന യാഥാർത്ഥ്യം തിരിച്ചറിയാത്ത ഒരു ഗവൺമെന്റായി മാറിയിരിക്കുന്നു. ഇന്ന് ഞാൻ മനോരമ പത്രമെടുത്ത് പരിശോധിച്ചപ്പോ ഭിന്നശേഷിക്കാരും മുഖ്യമന്ത്രിയും തമ്മിലുള്ള ചർച്ച നടത്തിയ പ്രവർത്തനങ്ങൾ കാണാൻ സാധിച്ചു, ആ റിപ്പോർട്ടിൽ കാണാൻ സാധിച്ചു. അവർ ചോദിച്ചു, അല്ലയോ മുഖ്യമന്ത്രി, അങ്ങ് മുഖ്യമന്ത്രിയായിരുന്നിട്ട് ഞങ്ങൾക്ക് 6 മാസമായി പെൻഷനില്ല, ഞങ്ങൾക്ക് ഒരു നേരത്തെ ഭക്ഷണം മരുന്ന് വാങ്ങാൻ കഴിയുന്നില്ല, കയ്യിൽ കാശില്ല. അപ്പൊ അദ്ദേഹം പറഞ്ഞത് പത്രക്കാരോട് കടക്കപ്പുറത്ത് പത്രക്കാർ വേണ്ട. ഉദ്ഘാടനം കഴിഞ്ഞപ്പോ പത്രക്കാരെ മുഴുവൻ അടിച്ച് പുറത്തിറക്കി മുഖ്യമന്ത്രി. അതിനുശേഷമാണ് എഴുതി തയ്യാറാക്കിയ ചോദ്യങ്ങൾ ഓരോന്ന് മാത്രം ചോദിക്കുക. എല്ലാ ചോദ്യങ്ങൾക്കും ഒറ്റ മറുപടി, എത്രയും പെട്ടെന്ന് പെൻഷൻ തരും എന്ന് പറഞ്ഞ് വേദി വിട്ടഴിഞ്ഞ മുഖ്യമന്ത്രിയെയാണ് നമുക്ക് കാണാൻ സാധിച്ചത്. ഞാൻ പറഞ്ഞതല്ല, ദൃശ്യമാധ്യമങ്ങൾ, പത്രമാധ്യമങ്ങൾ വന്നതാ. ഇന്നത്തെ മനോരമ പത്രമെടുത്ത് പരിശോധിക്കണം. പ്രിയമുള്ളവരെ, ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. നമ്മുടെ പാവപ്പെട്ട നൈപ പദ്ധതിയിൽപ്പെട്ട അമ്മമാർക്ക്, പാവപ്പെട്ട കുടുംബിനികൾക്ക് 4 ലക്ഷം രൂപ കൊടുക്കാൻ പോലും സംസ്ഥാന സർക്കാരിന്റെ ഫണ്ട് വകയിരുത്താതെ പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികള്, അതുപോലെ കൂലിത്തൊഴിലാളികള്, അതുപോലെ ഭിന്നശേഷിക്കാർ, എന്തിനധികം പറയുന്നു, നമ്മുടെ മക്കൾ പഠിക്കുന്ന സ്കൂളുകളിൽ പോലും ഉച്ചക്കഞ്ഞിക്ക് പോലും പൈസ കൊടുക്കാനില്ലാതെ ഒരു ഗവൺമെന്റ് മുന്നോട്ട് പോകുന്നു. ദൂരത്തിനാണെങ്കിൽ ഒരു കുറവുമില്ല, ദൂരത്തിനൊരു കുറവുമില്ല. നമുക്കറിയാം, നവകേരള സദസ്സ് നടത്തി. പാലിൽ കുതിർത്ത അണ്ടിപ്പരിപ്പാണ് പ്രഭാത ഭക്ഷണത്തിന്. 1 ലക്ഷം കൊടുത്താൽ പ്രഭാത ഭക്ഷണത്തിന് അദ്ദേഹത്തിന് കൂടെ ഭക്ഷണം കഴിക്കാം. 2 ലക്ഷം കൊടുത്താൽ ലഞ്ച് കഴിക്കാം. 3 ലക്ഷം കൊടുത്താൽ അത്താഴം കഴിക്കാം. ആർക്കാണ് അതിന് അനുമതി നൽകിയത്? ഇവിടെയുള്ള ബിനാമി ഇടപാട് നടത്തുന്ന കോടീശ്വരന്മാരായ പൗരപ്രമുഖന്മാർക്ക് മാത്രം, എണ്ണം പറഞ്ഞ ആളുകൾക്ക് മാത്രം, ഏരിയ സെക്രട്ടറിക്ക് പോലും, ഈ പാർട്ടിയെ നെഞ്ചോട് ചേർക്കുന്ന കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഏരിയ സെക്രട്ടറിക്ക് പോലും മുഖ്യമന്ത്രിയെ കാണാൻ അനുവാദമില്ല. അങ്ങനെ ബിനാമി ഇടപാട് നടത്തുന്ന, കോഴ കൊടുക്കുന്ന, പണം കൊടുത്ത് സഹായിക്കുന്ന കുത്തക മുതലാളിമാരുമായുള്ള സംവാദം. എന്നാലോ അതിനുശേഷം സമരാഗ്നി എന്ന് പറഞ്ഞുകൊണ്ട് കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ കെ സുധാകരനും പ്രതിപക്ഷ നേതാവ് VD സതീശനും നടത്തിയ സമരാഗ്നി നിങ്ങൾ കണ്ടില്ലേ? 10,000-കണക്കിന് ജനങ്ങളെ സാക്ഷി നിർത്തി. അതിനുശേഷം വേറെ ഒരു ദിവസം വെച്ചു കോഴിക്കോട്. 11-ന് പരിപാടി നടന്ന 12-ാം തീയതി പത്രക്കാരെ മാത്രം വിളിച്ചു. എന്നിട്ട് എല്ലാ മേഖലകളിലും പാവപ്പെട്ട തൊഴിലാളികളുടെ പ്രതിനിധികളെ വിളിച്ച് ചർച്ച ചെയ്തു. അങ്ങനെ തൊഴിലാളികളുടെ പ്രയാസങ്ങളും പരിദേവനങ്ങളും അവരുടെ പരിഭവങ്ങളും കേട്ടുകൊണ്ടാണ് മുഖ്യമന്ത്രി പത്രക്കാരെ കാണാൻ സാധിച്ചത്. അതിനുശേഷം പത്രക്കാരോട് പറഞ്ഞു, ഇത്രയും പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആളുകൾ ഈ നാട്ടിലുണ്ട്. അങ്ങനെയാണ് സാധാരണക്കാരായ ആളുകളുമായി സംവാദം നടത്തി അവരുടെ ഉൾക്കാമ്പ്, അവരുടെ പ്രയാസങ്ങൾ മനസ്സിലാക്കി പത്രക്കാരുമായി സംവദിക്കുകയാണ് നമ്മുടെ ബഹുമാനപ്പെട്ട KPC പ്രസിഡന്റ് പ്രതിപക്ഷ നേതാവ് ചെയ്തത്. എന്നാൽ മുഖ്യമന്ത്രി ചെയ്തതോ? ഞാൻ ദീർഘിപ്പിക്കില്ല. അദ്ദേഹത്തിന്റെ യാത്ര ഞാൻ പറഞ്ഞിട്ട് 8 ഇന്നോവ ക്രിസ്റ്റ കാറുകൾ, കറുത്ത കാറുകൾ, 2 ആംബുലൻസ്, 2 ഫയർ എഞ്ചിൻ, 40ഓളം പോലീസ് വാഹനങ്ങൾ, 80 പോലീസുകാർ, അതുപോലെ ഒരു വിൻ വെഹിക്കിൾ, ഇന്റലിജൻസ് ഷാർപ്പ് ഷൂട്ടർ സ്ലിപ്പർ കമാൻഡോസ് 12, ഇന്റലിജൻസ് വെഹിക്കിൾ വേറെ. ഞാൻ ഈ പറഞ്ഞത് അമേരിക്കൻ പ്രസിഡന്റിന്റെ യാത്രയെ കുറിച്ചല്ല, നേരെ മറിച്ച് സാധാരണക്കാരെ പാവപ്പെട്ട കരിക തൊഴിലാളികളുടെ, മത്സ്യത്തൊഴിലാളികളുടെ, കുടിത്തൊഴിലാളികളുടെ, ചെത്തു തൊഴിലാളികളുടെ പാർട്ടി അധികാരത്തിൽ വന്ന കമ്മ്യൂണിസ്റ്റ്
ദീർഘിപ്പിക്കുന്നില്ല, മറ്റ് ഒരുപാട് നേതാക്കന്മാരുണ്ട്. ഞാൻ പറഞ്ഞു വന്നത്, ഇതുപോലെ ദൂർത്തന് സ്വന്തം തൊഴുത്തിന് പുയ്യാപ്പിളയുടെ വക 40 ലക്ഷം രൂപയാ ഒരു പശുവിനെ പോറ്റാൻ വേണ്ടി തൊഴുത്തിന് വേണ്ടി നിർമ്മിച്ചു കൊടുത്തത്. റഹ്മാന്റെ പാട്ട് കേട്ട് ചുരത്തുന്ന പാല് മുഖ്യമന്ത്രിക്ക് കുടിക്കാൻ പാടുള്ളൂ. അങ്ങനെ റഹ്മാന്റെ പാട്ട് കേട്ട് പശു ചുരത്തുന്ന പാല് കുടിക്കുന്ന മുഖ്യമന്ത്രി, ഞാൻ ചോദിക്കട്ടെ, പാവപ്പെട്ടവൻ 4 ലക്ഷം രൂപയുടെ വീട് വെക്കാൻ പോലും ആ പാവപ്പെട്ടവന് 4 ലക്ഷം രൂപയുടെ വീട് ലൈഫ് പദ്ധതിയിൽ ആ പണിക്കൂര മേൽക്കൂര പൂർത്തിയാക്കാൻ കഴിയാതെ നെട്ടോട്ടം ഓടുന്ന ഒരുപാട് സഹോദരിമാരുണ്ട് ഇവിടെ ഇരിക്കുന്നു. അങ്ങനെയുള്ള സ്ഥലത്താണ് 40 ലക്ഷം രൂപ കൊടുത്ത് പശുവിന് തൊഴുത്തുണ്ടാക്കുന്നത്. പശുവിന് തൊഴുത്തുണ്ടാക്കാൻ 40 ലക്ഷം. ക്ലിപ്പ് ഹൗസില് ബഹുമാനനായ മുൻ മുഖ്യമന്ത്രി കെ കരുണാകരനെ പോലെ ആക്സിഡന്റ് സംഭവിച്ച് ജീവിച്ച ഒരാളാണ് ബഹുമാനനായ മുഖ്യമന്ത്രി കെ കരുണാകരൻ. അദ്ദേഹത്തെ ക്ലിപ്പ് ഹൗസിൽ അവിടെ ലിഫ്റ്റ് വെച്ചിരിക്കുന്നു. കൊച്ചുമോന്റെ നിർദ്ദേശപ്രകാരം, മകന്റെ നിർദ്ദേശപ്രകാരം ലിഫ്റ്റ് വെച്ചിരിക്കുന്നു 1ാം നിലയിലേക്ക് പോകാൻ. ഞാൻ ചോദിക്കട്ടെ, 25 ലക്ഷം രൂപ ഇങ്ങനെ ദൂർത്തുകളുടെ തമ്പുരാനായി ആർക്കും മുഖത്ത് നോക്കി സംസാരിക്കേണ്ട മുഖ്യമന്ത്രിമാര് 23ഓളം മന്ത്രിമാര്. ഞാൻ ആലോചിക്കുക, പഞ്ചപുച്ഛമടക്കി എഴുന്നേറ്റ് നിന്ന് തല താഴ്ന്ന് കുമ്പിട്ട് നിൽക്കുന്ന ദയനീയമായ ചിത്രം ഈ സാക്ഷര കേരളം സാക്ഷിയാവുകയാണ്. ഒരാൾ പറയുന്നു, ബാക്കി മന്ത്രിമാർ മുഴുവൻ കേൾക്കുന്നു. ഒരു വിദ്യാഭ്യാസ മന്ത്രിയുണ്ട്, എനിക്കത് അദ്ദേഹത്തിന്റെ കാണുമ്പോൾ പോലും ചിരി വരുന്നു. നിയമസഭയിൽ അതിന്റെ സ്പീക്കറുടെ മുകളിൽ മേശമുൾക്കയറി മുണ്ട് മാടിക്കുത്തി എന്റെ സഹോദരിമാരായ MLA-മാർ തിരിഞ്ഞോടിയ ചിത്രം ഞാനും നമ്മളും കാണുകയാണ്. അങ്ങനെ കമ്പ്യൂട്ടർ വലിച്ചെറിഞ്ഞ നമ്മുടെ ശിവകുട്ടിയാണ് ഇന്ന് കേരളത്തിലെ വിദ്യാഭ്യാസ മന്ത്രി എന്ന് പറയുമ്പോ എന്നെയും നിങ്ങളെയും ശ്രമിക്കുന്ന ബഹുമാന്യരായ ഈ പാർട്ടിയെ, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ നെഞ്ചിലേറ്റി ഒരുപാട് സഹോദരന്മാര് എന്റെ പ്രസംഗം ശ്രമിക്കുന്നുണ്ട്. ഈ പ്രസ്ഥാനത്തെ നശിപ്പിക്കുന്ന ഒരു ടീമായി മുഖ്യമന്ത്രിയും ടീമും മാറിയും എന്നുള്ളതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. പ്രിയമുള്ളവരെ, ഇന്നത്തെ സമരം ഇതൊരു സൂചനാ സമരം മാത്രമാണ്. ഈ സൂചനാ സമരം കൊണ്ട് DCC പ്രസിഡന്റ് ഇവിടെ ഉണ്ടല്ലോ, ഇനിയും ഈ സമരം മുന്നോട്ട് പോകും. അഥവാ നിങ്ങൾ അടുത്ത മാസമെങ്കിലും പെൻഷൻ കൊടുക്കാതെ മുന്നോട്ട് പോയാൽ ഈ സമരം കോഴിക്കോട് ജില്ലയിലാകെ വ്യാപിപ്പിക്കാൻ ബഹുമാന്യനായ നമ്മുടെ കെ പ്രവീൺ കുമാർ, ഞങ്ങളുടെ ജില്ലാ പ്രസിഡന്റ്, നേതൃത്വം കൊടുക്കണമെന്നാണ് എനിക്ക് അങ്ങയോട് അഭ്യർത്ഥിക്കാനുള്ളത്. ഇതൊരു ശക്തമായ സമരമാണ്. ഇതൊരു തുടക്കം മാത്രമാണ്. നമ്മുടെ പെൻഷൻ കിട്ടാത്ത അമ്മമാരെ, പ്രായം ചെന്ന അച്ഛന്മാരെ, അപ്പൂപ്പന്മാരെ ഇരുത്തിക്കൊണ്ടാണ് ഞങ്ങൾ സമരത്തിന് മുന്നോട്ട് പോകുന്നത്. ഈ സമരം നിങ്ങൾ കാണാതെ പോയാൽ നാളുകളിൽ അതിശക്തമായ സമരവുമായി കേരളത്തിലാകെ ഒരു തിരിച്ചറിവ് നിങ്ങൾക്കുണ്ടാകുന്നതുവരെ ഈ സമരത്തിന് നേതൃത്വം കൊടുത്ത് ഞങ്ങൾ മുന്നോട്ട് പോകുമെന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഈ ചടങ്ങ് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതിനു വേണ്ടി ഏറെ ബഹുമാന്യ മാതൃണീയമായ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്, കേരളത്തിലെ മുഴുവൻ കോൺഗ്രസ്സുകാർക്കും